പവിത്രമായ പവിത്രമായ ദിന രാത്രിയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ശഅബാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ധാരാളം മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈലത്തുൽ ബറാഅ, ബറാഅത്ത് രാത്രി. ബറാഅത്ത് രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ സംവിധാനിച്ചു എന്നുള്ളതാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ സമീപത്ത് വന്നു. എന്നിട്ട് അവിടുന്ന് എന്നോട് പറഞ്ഞു, ഇജ്തഹിദ് ഫീ ഹാദിഹിൽ ലൈല ഫഇന്ന ഫീഹാ തുഖ്ളൽ ഹാജ. നബിയേ, ഈ പവിത്രമായ രാത്രിയിൽ നിങ്ങൾ പരിശ്രമിക്കണം നബിയേ, ആരാധനകളിൽ മുഴുകണം നബിയേ. ഫഇന്ന ഫീഹാ തുഖ്ളൽ ഹാജാത്ത്. ഈ രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ സൃഷ്ടികളെയും സർവ ജീവജാലങ്ങളുടെയും സർവ സൃഷ്ടികളുടെയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത്. അങ്ങനെ ഫജ്തഹദൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറാഅത്തിന്റെ രാത്രിയില് ബറാഅത്തിന്റെ രാത്രിയില് ഇബാദത്തുകളിൽ മുഴുകി. രണ്ടാമതും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ചോദിച്ചു. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഓ മുത്ത് നബിയേ, യാ മുഹമ്മദു അബ്ശിർ. ഓ നബിയേ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഫഇന്നല്ലാഹ തആല ഖദ് വഹബ ജമീഅ ഉമ്മതിക. അവിടുത്തെ മുഴുവൻ സമുദായത്തിനും അവിടുത്തെ സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും ധാരാളം ധാരാളം സമ്മാനം നൽകിയിരിക്കുന്നു. ഒരുപാട് സമ്മാനങ്ങളാണ് റബ്ബ് തയ്യാറായി വെച്ചിട്ടുള്ളത്. എന്നിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇർഫഅ റഅസക ഇലസ്സമാ. ഓ നബിയേ, ആകാശ ലോകത്തേക്ക് അവിടുത്തെ തല ഉയർത്തി നോക്കൂ നബിയേ. ഫൻദുറു മാദാ തറാ.
എന്താണ് അവിടുന്ന് കാണുന്നത് എന്ന് ഒന്ന് നോക്കണേ നബിയേ. ഫനദറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ രണ്ട് നയനങ്ങളും രണ്ട് കണ്ണുകളും ആകാശത്തിലേക്ക് ഉയർത്തി. ഫൈദൻ അബ്വാബുസ് സമാഇ മഫ്തൂഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കണ്ണും ആകാശത്തിലോട്ട് വാനലോകത്തേക്ക് ഉയർത്തി നോക്കുമ്പോൾ ഹബീബായ തങ്ങൾക്ക് കാണാനുള്ള കാഴ്ച എന്താണ്? കാണുന്നത് എന്താണ്? ഫഇദൻ അബ്വാബുസ് സമാഇ മഫ്തൂഹ. അപ്പോൾ നോക്കുമ്പോൾ ആകാശത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. വഇദൻ മലായികത്തുല്ലാഹി മിനസ് സമാഇ ഇലൽ അർശി ഫിസ്സുജൂദ്. ആകാശം മുതൽ അർശ് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് സുജൂദിൽ കഴിയുന്നു. അല്ലാഹുവിന്റെ മലക്കുമാർ, സുജൂദിൽ കഴിയുന്ന മലക്കുകളെയാണ് ഹബീബായ തങ്ങൾ കാണുന്നത്. എന്നിട്ടോ യസ്തഗ്ഫിറൂന ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുജൂദിൽ അവര് നിർവഹിക്കുന്നത് എന്താണ് ഉമ്മമാരെ? സുജൂദിൽ ആ മലക്കുകൾ നിർവഹിക്കുന്നത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. വഅലാ കുല്ലി ബാബിൻ മലക്കുൻ. ഓരോ ആകാശത്തിൻ്റെയും കവാടത്തിന്റെ സമീപത്ത് ഓരോ മലക്കുകളുമുണ്ട്. യുനാദി, ഓരോ മലക്കും വിളിച്ചു പറയുന്നു. ഫഅലൽ ബാബിൽ അവ്വലി. ഒന്നാം ആകാശത്തിന്റെ കവാടത്ത്, ആ കവാടത്തിന്റെ സമീപത്തുള്ള മലക്ക് വിളിച്ചു പറയുന്നു. തൂബാ ലിമൻ റകാ ഫീ ഹാദിഹിൽ ലൈല. ഈ ബറാഅത്തിന്റെ രാത്രിയിലെ അല്ലാഹുവിനെ റുകൂ ചെയ്യുന്നവർക്ക് മംഗളങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്. അങ്ങനെ വഅലൽ ബാബി സാനി, രണ്ടാമത്തെ ആകാശത്തിന്റെ കവാടത്തിന്റെ ആ സമീപത്ത് ഉണ്ട് മലക്കുൻ, ഒരു മലക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ മലക്ക് യുനാദി, വിളിച്ചു പറയുന്നു. തൂബാ ലിമൻ സജദ ഫീ ഹാദിഹിൽ ലൈല. ഈ പവിത്രമായ പരിപാലനമായ രാത്രി ഉണ്ടല്ലോ, ഈ രാത്രിയിൽ അല്ലാഹുവിന് സുജൂദ് ചെയ്തവർക്കാണ് സന്തോഷം. വഅലൽ ബാബി സാലിസി, അത് ആകാശത്തിന്റെ മൂന്നാമത്തെ കവാടത്തിന്റെ സമീപത്തുണ്ട് മലക്കുണ്ട്. യുനാദിയ, മലക്കുകൾ ആ മലക്ക് വിളിച്ച് പറയുകയാണ്. തൂബാ ലിമൻ ദക്കറല്ലാഹ ഫീ തിൽക്കൽ ലൈല. ഈ രാത്രിയിൽ, ഈ പവിത്രമായ രാത്രിയില് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരാരുണ്ടോ അവർക്കാണ് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നത് എന്ന് അതാ മൂന്നാമത്തെ കവാടത്തിന്റെ സമീപത്തുള്ള മലക്ക് വിളിച്ച് പറയുകയാണ്. വഅലൽ ബാബി റാബിഇ മലക്കുൻ യുനാദി. നാലാം ആകാശത്തിന്റെ സമീപത്തുള്ള ആ കവാടത്തിന്റെ സമീപത്തുള്ള ഒരു മലക്ക് വിളിച്ച് പറയുകയാണ്. തൂബാ ലിമൻ ദആ ഫീ ഹാദിഹിൽ ലൈല. ഈ പവിത്രമായ രാത്രിയില് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ആരുണ്ടോ അവർക്കാണ് എല്ലാ സന്തോഷങ്ങളും, എല്ലാ അഭിവാദ്യങ്ങളും അവർക്കാണ്. അങ്ങനെ വഅലൽ ബാബിൽ ഖാമിസി,
അഞ്ചാമത്തെ ആകാശത്തിന്റെ വാതിലിന്റെ സമീപത്തുണ്ട് മലക്കുണ്ട്, ഒരു മലക്കുണ്ട്. യുനാദിയ, മലക്ക് പറയുകയാണ്, തൂബാ ലിമൻ ബകാ മിൻ ഖശിയതി ഫീ തിൽക്കൽ ലൈല. ഈ പവിത്രമായ രാത്രിയില് അള്ളാഹുവിനെ പേടിച്ച് പരലോകം ചിന്തിച്ച് ഈ ബറാത്ത് രാത്രിയിൽ കരയുന്നവർക്ക് അള്ളാഹുവിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങൾ അറിയിക്കുകയാണ്. വാലൽ ബാബി സാദിസി, ആറാമത്തെ ആകാശത്തിന്റെ കവാടത്തുള്ള ആ മലക്ക് വിളിച്ചു, യുനാദിയ, മലക്ക് വിളിച്ചു പറയുന്നു, തൂബാ ലിമൻ അമില ഖൈറൻ ഫീ ഹാദിഹിൽ ലൈല. ഈ വിശുദ്ധമായ പരിശുദ്ധമായ ഈ ബറാത്ത് രാത്രിയില് അതാ വല്ല സുഹൃതവും ചെയ്തവർക്ക് എല്ലാവിധ സന്തോഷങ്ങളും നേരുകയാണ്. വാലൽ ബാബി സാബിഇ, ഏഴാം ആകാശത്തിന്റെ സമീപത്തുള്ള ആ മലക്ക് വിളിച്ചു പറയുന്നു, ഹൽ മിൻ ദാഇൻ ഫയുസ്തജാബു ലഹു. ഈ പവിത്രമായ ധന്യമായ രാത്രിയിൽ റബ്ബിനോട് ദുആ ചെയ്യുന്ന അടിമയുണ്ടോ? ആ അടിമക്ക് ഉത്തരമുണ്ട്. വഹൽ മിൻ സായിലിൻ, വല്ലതും ചോദിക്കുന്ന അടിമയുണ്ടോ? ഫയുതാ സുആലുഹു, ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ആ അടിമക്ക് റബ്ബ് നൽകാൻ തയ്യാറാണ്. വഹൽ മിൻ തായിബിൻ, അല്ലാഹുവിലേക്ക് പാശ്ചാത്തപിച്ച് അതാ പാശ്ചാത്തപിക്കുന്ന അടിമയുണ്ടോ? കാരണം എന്തേ? ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും അനർത്ഥങ്ങളും വേണ്ടാത്ത പ്രവർത്തനങ്ങളും ചെയ്തു കൂട്ടുന്നവരാണ് നമ്മളെല്ലാവരും. ഓരോ ദിവസവും എത്ര ഹറാമുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര അനർത്ഥങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടല്ലോ, അതാ ആത്മാർത്ഥമായി റബ്ബിനോട് കരഞ്ഞു പറയുന്നവരുണ്ടോ? അവരുടെ പാപങ്ങളെല്ലാം അന്നത്തെ രാത്രിയിൽ റബ്ബ് പൊറുക്കപ്പെടുമെന്ന് ആ ഏഴാം ആകാശത്തുള്ള മലക്ക് വിളിച്ചു പറയുകയാണ്. വഹൽ മിൻ ദാഇഹിൻ, അല്ലാഹുവിനോട് ത്വലബ മഹബ്ബതഹു, അല്ലാഹുവിനോടുള്ള പ്രിയം, അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്ന അടിമ, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന അടിമ, ആ അടിമ ഇന്നത്തെ രാത്രിയിലുണ്ടോ? എന്നാൽ നാളെ ആഖിറത്തിൽ വെച്ച്, സ്വർഗീയ ലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ ലിഖാഇനെ കാണാനുള്ള സൗഭാഗ്യം അവനിക്ക് റബ്ബ് കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ബറാഅത്തിന്റെ രാത്രിയിൽ വളരെ പവിത്രമായ പരിപാലനമായ രാത്രിയാണ്. ആ രാത്രിയെ കളഞ്ഞു കുടിക്കാൻ പാടില്ല. ആ രാത്രിയിൽ ഇബാദത്ത് കൊണ്ട് നമ്മൾ ധന്യമാക്കണം, ദിക്റുകളെ കൊണ്ട് ധന്യമാക്കണം, സ്വലാത്തുകളെ കൊണ്ട് ധന്യമാക്കണം കേട്ടോ. നിസ്കാരങ്ങളെ കൊണ്ടും ദുആകളെ കൊണ്ടും ധന്യമാക്കാൻ ശ്രമിക്കണേ. റബ്ബ് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ പണ്ഡിതന്മാര് വിവരിക്കുന്നത് കാണാം. ബറാത്തിന്റെ രാത്രിയിൽ അല്ലാഹു അവന്റെ റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും 300 കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് അതാ മഹാന്മാരായ പണ്ഡിതന്മാര് അവര് രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, തൗഫീഖ് ചെയ്യട്ടെ, തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ അഹ്യാ ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ,
ശഅബാൻ മാസത്തിലെ ബറാഅത്ത് രാത്രിയെ ഒരാൾ ഹയാത്താക്കിയാൽ, ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കിയാൽ, ആരാധനകളെ കൊണ്ട് അതാ സജീവമാക്കിയാൽ, ലം യമുത് ഖൽബുഹു ഫീമാ യമൂതുൽ ഖൽബ്, ഹൃദയങ്ങൾ മരിക്കുന്ന ദിവസം അവരുടെ ഹൃദയം മരിച്ചു പോവൂല. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയാണ്, വഫീഹാ, ആ രാത്രിയിൽ അല്ലാഹു തീരുമാനിക്കും, കുല്ലു മൗലൂദിൻ മിൻ ബനി ആദമ ഫീ ഹാദിഹിസ് സനാ, ഈ വർഷത്തിൽ ആദം സന്തതികളിൽ എത്ര മനുഷ്യർക്ക് അല്ലാഹു ജന്മം നൽകുമെന്ന് അല്ലാഹു തീരുമാനിക്കുന്ന ദിവസമാണ്. എത്ര ആളുകളാണ് ജീവിക്കാനുള്ളത്, പറക്കാനുള്ളത് എന്ന് അല്ലാഹു തീരുമാനിക്കുന്ന രാത്രിയാണ് ഈ രാത്രി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വഫീഹാ തുർഫഉ അഅമാലുഹും, അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന രാത്രിയാണ് ബറാഅത്ത് രാത്രി. വഫീഹാ തൻസിലു അർസാഖുഹും, മനുഷ്യർക്കുള്ള റിസ്കുകൾ ഇറങ്ങുന്ന, അല്ലാഹു ഇറക്കുന്ന രാത്രിയാണ്. മനുഷ്യർക്ക് ലികുല്ലി ഹയവാനാത്തിൻ, എല്ലാ ജീവികൾക്കും അതാ ഭക്ഷണം ഇറക്കുന്ന രാത്രിയാണ് ബറാഅത്ത് രാത്രി. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയാണ്, ഫയംബഈ ലികുല്ലി മുസ്ലിമിൻ, അതുകൊണ്ട് എല്ലാ മുസ്ലിമിനും അനിവാര്യമാണ്, അത്യാവശ്യമാണ്, അൻ യസ്ഹറ ഫീ തിൽക്കൽ ലൈല, ഈ രാത്രിയിൽ ഒന്ന് അല്പം ഉറക്കം ഒഴിക്കൽ അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഉറക്കം ഒഴിക്കല്? മൊബൈൽ നോക്കിക്കൊണ്ടാണോ? കഥ പറഞ്ഞിട്ടാണോ? അല്ല, ബിദിക്രില്ല, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലി. ലിഅന്നഹു യൻദുറു ഫീ ഹാദിഹിൽ ലൈലതി ഇലാ അന്നഹു കം മിൻ ഹയ്യിൻ ഫീ ഹാദിഹിസ് സനാ, കാരണം അവൻ ചിന്തിക്കണം, ഈ രാത്രിയിൽ എത്ര ആളുകളാണ്, എത്ര ജീവിക്കുന്ന ആളുകളിൽ നിന്നാണ് യമൂത്തു, ഈ വർഷം മരിച്ചു പോകുന്നത്. കാരണം എന്തേ? നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിക്കുന്ന ആളുകളാണ്. ഇനി അടുത്ത വർഷമാകുമ്പോഴേക്ക് ആ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് എത്ര ആളുകളാണ് റബ്ബിലേക്ക് പോകേണ്ടത്, എത്ര ആളുകളാണ് മരിച്ചു പോകേണ്ടത് എന്ന് അല്ലാഹു തീരുമാനിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് മോനെ, മോളെ, ദീർഘായുസിന് വേണ്ടി രാത്രിയിലൊന്ന് ദുആ ചെയ്യണേ. ഇനി അവൻ മരിക്കുകയാണെങ്കിൽ ഈമാനികമായ മരണം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ. അതിനുള്ള ഏറ്റവും നല്ല രാത്രിയാണ് ബറാഅത്ത് രാത്രി. അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. എന്നിട്ട് അള്ളാന്റെ ഹബീബായ തങ്ങൾ പറയാണ്, വകം മിൻ മരീദിൻ യഹ്സലു ഫീഹി ശിഫാ, അതാ ശമനം പ്രാപിക്കുന്ന എത്ര രോഗികൾ ഈ വർഷം ഉണ്ടാകും എന്ന് അല്ലാഹു തീരുമാനിക്കുന്ന ദിവസമാണ്. എത്ര ആളുകളാണ് മെഡിക്കൽ കോളേജിൽ കഴിയുന്നവരെ, എത്ര രോഗികളാണ് ഐസിയിലും വെന്റിലേറ്ററിലും ഹോസ്പിറ്റലിലും വീട്ടിലും കഴിയുന്ന എത്ര രോഗികളാണ്. ആ രോഗികൾക്കെല്ലാം റബ്ബ് ശിഫ കൊടുക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് നന്നായി ദുആ ചെയ്യേണ്ട രാത്രിയാണ് ബറാഅത്ത് രാത്രി. അല്ലാഹു ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരുപാട് രോഗികളുണ്ടല്ലോ, അവരുടെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ? ദുആ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ദുആ ചെയ്യാൻ പറ്റിയ രാത്രിയാണ് ബറാഅത്ത് രാത്രി എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയാണ്, വകം മിൻ തുഫിലിൻ യൻതസിഉ അൻ ഉമ്മിഹി വഅബീഹി, എത്ര മക്കളെ
ബാപ്പയും ഉമ്മയിൽ നിന്നും അവരെ അള്ളാഹു വേർപ്പെടുത്തി പോകുന്നത് എന്ന് അവൻ ആലോചിക്കേണ്ട രാത്രിയാണ് ബറാഅത്ത് രാത്രി. അതാ കുട്ടികൾ മരിച്ചു പോകുന്നില്ലേ, അതുകൊണ്ട് അവരുടെ ആയുസ്സിനു വേണ്ടി ദുആ ചെയ്യേണ്ട രാത്രിയാണ് ബറാഅത്ത് രാത്രി. മിൻ വാലിദിൻ യഫ്തരിഖു മിൻ ബനാതിഹി വബനീ, ആൺമക്കളിൽ നിന്നും പെൺമക്കളിൽ നിന്നും എത്ര മാതാപിതാക്കൾ വേർപിരിയും എന്ന് അള്ളാഹു തീരുമാനിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. അതാ നമ്മുടെ ഉപ്പമാര് ഉമ്മമാര് മരിച്ചു പോകുമോ എന്ന് റബ്ബ് തീരുമാനിക്കുന്ന രാത്രിയാണ്. അപ്പോൾ മാതാപിതാക്കളുടെ ദീർഘായുസ്സിനു വേണ്ടി ഒന്ന് ദുആ ചെയ്യേണ്ട രാത്രിയാണ് ബറാഅത്ത് രാത്രി കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബറാഅത്ത് രാവിൽ നിർവഹിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മ പ്രസവിച്ച ദിവസം പോലെ പാപമോചനം ലഭിക്കാൻ വേണ്ടി നല്ല നിയ്യത്തോടെ കുളിക്കുക, പിന്നെ ധാരാളം നിസ്കരിക്കുക, അനാഥ അഗതി മക്കൾക്ക് അവൻ ചെലവഴിക്കുക, ദാനധർമ്മങ്ങൾ നടത്തുക, മുഅ്മിനീങ്ങൾക്കും മാതാപിതാക്കൾക്കും വേണ്ടി ഖൈറിന് വേണ്ടി ദുആ ചെയ്യുക. അങ്ങനെ കുടുംബത്തിനും അയൽവാസികൾക്കും ഭക്ഷണം നൽകുക, മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുക, മരണപ്പെട്ടു പോയ മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി നന്നായി തൗബ ചെയ്യുക. അതുപോലെ തന്നെ 3 പ്രാവശ്യം വലത്തെ കണ്ണിലും 2 പ്രാവശ്യം ഇടത്തെ കണ്ണിലും സുറുമ എഴുതുക, സുറുമ ഇടുക. വരുന്ന വർഷം വരെ കണ്ണ് രോഗമില്ലാതിരിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. വൃത്തിയുള്ള വസ്ത്രം അന്ന് രാത്രി ധരിക്കുക. എന്നും ധരിക്കുന്ന ആ പഴയ അതന്നെ ധരിക്കാൻ പാടില്ല. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, നല്ല സുഗന്ധം ഉപയോഗിക്കുക. അത് ഹബീബായ തങ്ങൾ സുഗന്ധം ഉപയോഗിക്കുന്നത് എപ്പോഴും ഉപയോഗിക്കാറാണ്, സുന്നത്താണ്. നല്ലത് കൊണ്ട് നമ്മൾ കൽപ്പിക്കുക, തിന്മ കൊണ്ട് വിരോധിക്കുക. അങ്ങനെ പല കാര്യങ്ങൾ മഹാന്മാര് പറയുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാ വസ്തുക്കളെയും ഒന്ന് ചലിപ്പിക്കുക, അല്ലെ, പൊടിയെല്ലാം തട്ടിയിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കുക. പിന്നെ ഇഖ്ലാസ് സൂറത്ത് 1000 പ്രാവശ്യം പാരായണം ചെയ്യുക. പിറ്റേന്ന് രാവിലെ നോമ്പുണ്ടല്ലോ, അത്താഴം കഴിക്കാൻ നമ്മൾ തീരുമാനിക്കുക. ഇങ്ങനെ കുറെ കാര്യങ്ങൾ മഹാന്മാര് ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ നല്ല മധുരമുള്ളതും രുചികരമായ ഭക്ഷണങ്ങൾ, വിഭവങ്ങൾ സ്വാലിഹീങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും ഭക്ഷിപ്പിക്കുക, സ്വതക്ക ചെയ്യുക. പിന്നെ യാസീൻ സൂറത്ത് അറിയുമല്ലോ, ഞാൻ പറയാതെ. പിന്നെ മരണപ്പെട്ടു പോയവർക്ക് തദ്കിറത്തുൽ വാഇദിൻ എന്ന കിതാബിൽ നിന്നാണ് വായിക്കുന്നത്. മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മമാര്, ഉപ്പമാര്, ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, അങ്ങനെ ഭാര്യമാര്, അതുപോലെ തന്നെ ഭർത്താക്കന്മാര്, കുട്ടികൾ, മക്കൾ, ബന്ധുക്കൾ, അങ്ങനെ നമ്മളെ അയൽവാസികൾ, ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? പിന്നെ അഞ്ച് മിനിറ്റ് പറഞ്ഞിട്ട് നമ്മൾക്ക് നിർത്താൻ പറ്റും. ഷാബാൻ 15 മഹത്വം ഹദീസിൽ പരന്നു കിടക്കുകയാണ്. തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം,
ഒരു ദിവസം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് താമസിക്കുന്ന ദിവസം രാത്രി എഴുന്നേറ്റ് ജന്നത്തുൽ ബഖയിൽ പോയി ദുആ ചെയ്തു. ദുആ ചെയ്തു. പിറ്റേ വർഷത്തെ ഒരു ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് കിടന്നു. അങ്ങനെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങി. വല്ലാത്തൊരു നിസ്കാരാണ്. സുജൂദിൽ കിടന്നു, മണിക്കൂറുകളോളം സുജൂദിൽ കിടന്ന് പൊങ്ങുന്നില്ല, ഉയരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സുജൂദ് നീട്ടുന്നത് പുണ്യമുള്ള കാര്യമാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇമാമ് നീട്ടാൻ പറ്റൂല. പിന്നെ നീട്ടിയാൽ പിന്നെ ബാക്കിൽ പിന്നിൽ ആരും ആളുണ്ടാവില്ല. നീട്ടാൻ പാടില്ല എന്നാണ് മസ്അല. ഇമാമും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമ് 1 മണിക്കൂർ സുജൂദിൽ അവിടെ കിടന്നാല് ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും? ഇപ്പൊ പക്ഷേ മഹ്സൂരീങ്ങളായ മഅ്മൂമീങ്ങളാകണം. മഹ്സൂരീങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലിപ്തമായ മഅ്മൂമീങ്ങൾ. പുതിയവർ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും വരുന്ന ഒരു 10 ആള്. അവരോട് ഇമാമ് സമ്മതം ചോദിച്ചിട്ടുണ്ട്, ഞാൻ സുജൂദ് 1 മണിക്കൂർ നീട്ടും. അപ്പൊ അവ 10 ആൾക്കാർ പറഞ്ഞു ഒരു പ്രശ്നമില്ല, നിങ്ങൾ നീട്ടിക്കോളി എന്ന്. എന്നാല് പ്രശ്നമില്ല, മനസ്സിലായി? അവരോട് സമ്മതം ചോദിച്ചിട്ടുണ്ട്, അപ്പൊ നീട്ടാം, അല്ലാതെ ഇങ്ങനെ നീട്ടാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായ? അപ്പോ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ സുജൂദിൽ ധാരാളം പ്രാർത്ഥിക്കാം, എന്തും പ്രാർത്ഥിക്കാൻ പറ്റും. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, അത് മാത്രല്ല നമ്മള് പറയല് 30 മിനിറ്റ് സുജൂദ് കിടക്കണം, അല്ലെങ്കിൽ 10 മിനിറ്റ് സുജൂദിൽ കിടക്കണം. എന്നാൽ അറിയാം നമ്മുടെ അവസ്ഥ. ഒരു 10 മിനിറ്റ് സുജൂദിൽ കിടന്നാൽ നമ്മുടെ അവസ്ഥ അറിയാം എന്താവുന്നു. ഏത് പ്രാർത്ഥനയും നടത്താം, പക്ഷെ അറബിയിലുള്ള പ്രാർത്ഥന നടത്തണം. മലയാളം പറ്റില്ല, കന്നഡ പറ്റൂല, ഇംഗ്ലീഷ് പറ്റൂല. എന്ന് പറഞ്ഞാല് അറബി അല്ലാത്ത വേറെ ഒരു ഭാഷയും നിസ്കാരം ബാത്തിലാവും. നമ്മൾ സുജൂദില് എന്തും റബ്ബിനോട് ചോദിക്കാൻ പറ്റും, ഏത് ദുആവും നടത്താം, പക്ഷെ അറബി ആയിരിക്കണം എന്നുള്ളതാണ്, അല്ലേ? നിസ്കാരത്തിന്റെ അകത്ത്, അല്ലേ? അപ്പോ നിങ്ങൾ ചോദിക്കാണ്, ഇപ്പൊ നമ്മൾ ആകെ പഠിച്ച് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്നല്ലേ, ഇതല്ലാതെ വേറൊന്നും അറിയില്ലല്ലോ. എത്ര ദുആകളുണ്ട്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഇതില് പെടാത്ത എല്ലാം പെട്ടു, ദുനിയാവും പെട്ട് ആഖിറവും പെട്ട്, എല്ലാം പെട്ടു, അല്ലേ? ദുനിയാവിലും ആഖിറത്തിലും എന്നെ സലാമത്താക്കി തരണം, എന്നെ രക്ഷപ്പെടുത്തി തരണം, എനിക്ക് നന്മ നൽകണം റബ്ബേ എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഉമ്മമാര് ഈ ദുആ എപ്പോഴും ചെയ്യണം. നമ്മുടെ ഭാര്യമാരിൽ നിന്ന്, ഭർത്താക്കന്മാരിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന് നല്ല കുളിർമയുള്ള ഇതാക്കണം, അല്ലേ? മുത്തഖീങ്ങൾക്ക് നമ്മളെ ഇമാമാക്കണം. നല്ല ദുആയാണ് എപ്പോൾ നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അത് ദുആ ചെയ്യാം, ധാരാളം ദുആ ചെയ്യാം. അല്ലെങ്കിൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അത് നമ്മൾ ദുആ ചെയ്യാം.
അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലേ, സുബ്ഹാനല്ലാഹ് അതും ധാരാളം ചെല്ലാം. അല്ലെങ്കിൽ റബ്ബന ഇഗ്ഫിർ ലനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം, അതും ഇതാക്കാം. അല്ലെങ്കിൽ اللهم ربنا اصرف عنا عذاب جهنم من عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. അത് ദുആ. പിന്നെ ഒരു ദുആ, اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. അത് അല്ലാഹുവേ, നമ്മളെ മുജാഹിദോ ജമാഅത്തെ ഇസ്ലാമിയോ ആദ്യം ഒന്നും ആക്കണ്ടെന്ന് മനസ്സിലായ, നമ്മളെ നല്ല വഴിയിൽ നീ നടത്തണം, സുന്നിയാക്കണം എന്നാണ് ആ ദുആന്റെ അർത്ഥം. പിന്നെ ഒരു ദുആ, اللهم اجعلنا هادين مهتدين غير ضالين ولا مضلين يا ذا الجلال والإكرام. ഇത് തന്നെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ഒന്നും ആക്കണ്ട, നല്ല സുന്നിയായി ജീവിപ്പിക്കണം, സുന്നിയായി മരിപ്പിക്കണം, അതാണ് അതിന്റെ അർത്ഥം, മൊത്തത്തിലുള്ള അർത്ഥം. മനസ്സിലായ? അപ്പൊ അതും ദുആ ചെയ്യാം. ഇത്ര ദുആകളുണ്ട് അല്ലേ? അപ്പോ പല ദുആവും നമുക്ക് ചെയ്യാം അറബിയില്. അല്ലാഹുവേ, മക്കൾക്ക് പെൺമക്കളുണ്ട്, നല്ല ഭർത്താവിനെ ലഭിക്കണം, അറബിയിൽ ദുആ ചെയ്താൽ മതി. ഹജ്ജ് ചെയ്യണം, ഹജ്ജ് ഒന്ന് ചെയ്യണം, ഹറമിൽ പോയി നിൽക്കണം, ഹജറുൽ അസ്വദ് മുത്തി മണക്കണം. മലയാളത്തിൽ പാട്ടല്ല കേട്ടോ, അറബിയിൽ ദുആ ചെയ്താൽ മതി. اللهم وفقنا وفق من سافروا منا حرمك وحرم نبيك المصطفى محمد صلى الله عليه وسلم مع الصحة والعافية يا رب العالمين. അല്ലേ, അങ്ങനെ ദുആ ചെയ്യാം. اللهم ربنا افتح بيننا وبين قومنا بالحق وأنت خير الفاتحين. എല്ലാം ഫത്ഹാക്കി തരണം എന്നുള്ള ദുആ. എന്ത് നമ്മൾ ദുആ ചെയ്യാം? മക്കളെ നന്നാവാൻ വേണ്ടി എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യാം? അറബിയിൽ ദുആ ചെയ്യാം. അപ്പോ മണിക്കൂറുകളോളം സുജൂദ് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉള്ളുകൊണ്ട് ഭയന്ന് പേടിച്ചു. കുറേ സമയമായല്ലോ, ദീർഘനേരമായല്ലോ സുജൂദ് ചെയ്ത്, സുജൂദിൽ പോയി ഉയരുന്നില്ലല്ലോ, പൊങ്ങുന്നില്ലല്ലോ, എന്തെങ്കിലും പറ്റിപ്പോയോ? അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിനെ ഇങ്ങനെ തൊട്ടു നോക്കി. അപ്പൊ ചിലർ വിചാരിക്കും നിസ്കരിക്കുമ്പോ ആയിഷ ബീവി ശരീരത്തിൽ തൊട്ടാൽ ഉദൂ മുറിയില്ലേന്ന്. അതിന് മറയുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഗ്ലൗസ് ആയിഷ ബീബി ഒന്നും ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ ഹബീബായ തങ്ങളുടെ വസ്ത്രത്തിൽ തൊട്ടാൽ പ്രശ്നമില്ലല്ലോ. കയ്യൊറയിട്ട ഒന്നും പ്രശ്നമില്ല. മറയില്ലാതെ തൊട്ടാലാണ് ഉദൂ മുറിയ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മുജാഹിദ് അല്ലല്ലോ, വിവരമുള്ള മഹദിയാണല്ലോ. മനസ്സിലായ? ദീനിന്റെ 2/3 ഭാഗവും ഈ ചുവന്ന പെണ്ണിൽ നിന്ന്, ചുവന്ന കുട്ടിയിൽ നിന്ന് നിങ്ങൾ പഠിക്കണമെന്ന് വഫാത്തിന്റെ സമയത്ത് ചൂണ്ടിപ്പറഞ്ഞ മഹദിയാണ് ആര്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി വഫാത്താകുന്ന സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ ചൂണ്ടിപ്പറഞ്ഞു. ദീനിന്റെ 2/3 ഭാഗവും ഈ ചുവന്ന പെൺകുട്ടിയിൽ നിന്ന്, ചുവന്ന പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുള്ള കുട്ടിയാണ്. മനസ്സിലായ? അപ്പൊ ഇങ്ങനെ പറയുമ്പോ വിചാരിക്കും എന്താണ്, ഇപ്പോഴത്തെ നടിമാരും അങ്ങനെയുള്ള
വല്ല വല്ല ശതകോടീശ്വരന്മാരും അവരെ ഭാര്യമാരും പെണ്ണുങ്ങളും ആരും വിചാരിക്കാണ് ഞാൻ എന്നത്ര സൗന്ദര്യം ഇവിടെ ആരും ഉണ്ടാവൂല. ഒരു ധാരണയാണത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ സൗന്ദര്യം അതിന്റെ ഒരു അയലത്ത് പോലും നിങ്ങൾക്ക് ആർക്കും എത്താൻ പറ്റും. ഇവിടെ വലിയ വീമ്പളക്കുന്ന കുറെ നടിമാരും അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ നിറകുടം എന്ന് പറയുന്ന സഹോദരിമാരെല്ലാം ഒരു അരികൾ പോലും നിങ്ങൾക്ക് ആർക്കും എത്താൻ പറ്റില്ല. അത്രയും വലിയ സൗന്ദര്യവതിയായിരുന്നു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. കിതാബിലുണ്ട്. അതുകൊണ്ടാണ് അഭിവാദങ്ങളെ ചുവന്ന പെണ്ണിൽ നിന്ന് എന്ന് പറഞ്ഞാല് നല്ല സൗന്ദര്യ പെണ്ണിൽ നിന്ന്. മനസ്സിലായ? ഭാര്യന്റെ അടുത്താണ് പറയണമെന്ന് മനസ്സിലായി. ആയിഷ ബീബിനെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ആയിഷ ബീബിക്ക് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. പൊതുവെ ആർക്കാണെങ്കിൽ ഉണ്ടാവുമല്ലോ നല്ലത് പറയുമ്പോൾ, ഇല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാല് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവൂലേ? അങ്ങനെയാണ്. അപ്പൊ ആളുകളുടെ ഈ കാലഘട്ടത്തിലെ സ്ത്രീകളെ അല്ലെങ്കിൽ അവരെ പ്രവർത്തനം കാണുമ്പോൾ വിചാരിക്കാം അവര് തന്നെ ഈ ലോകത്ത് വെച്ച് ഏറ്റവും സൗന്ദര്യവതികൾ എന്ന് വിചാരിച്ചു പോകും. അതൊന്നുമല്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ, അവരെല്ലാം സൗന്ദര്യത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇവിടെ ആർക്കും ഇല്ല എന്നുള്ളതാണ്. പറഞ്ഞു മനസ്സിലായ? എന്നിട്ട് അഹങ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഏതായാലും അള്ളാഹു നമ്മ എല്ലാവരെയും നന്നാക്കട്ടെ. അപ്പൊ ആയിഷ ബീബിക്ക് അറിയും തൊട്ടാ ഉളു മുറിയ ഇല്ലേ എന്നുള്ളത്. നമ്മളിങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല. മുജാഹിദ് വയ്ക്കുന്ന തൊട്ടാ ഉളു മുറിയില്ലേന്ന്. ഇങ്ങനെ തൊടുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനങ്ങിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ശ്വാസം വിട്ടു. അനങ്ങി, സമാധാനായി. ഞാൻ ഭയപ്പെട്ടതൊന്നും സംഭവിച്ചിട്ടില്ല. നിസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആയിഷ, അല്ലാഹുവും അവന്റെ റസൂലും നിന്നോട് അതിക്രമം കാണിക്കും എന്ന് നീ കരുതിയ ആയിഷ? അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ചോദിച്ചു, എന്താണ് നബിയെ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ലല്ലോ, എനിക്ക് മനസ്സിലായില്ല എന്താണ് പറയുന്നത്. അപ്പോ അങ്ങനെ പറയാൻ കാരണമാണ്, ബഹുഭാര്യത്വം ഉണ്ടല്ലോ, ഒന്നിൽ കൂടുതൽ ഭാര്യമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉണ്ടല്ലോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കാണ്, നിന്നെ പറ്റിച്ച് ഞാൻ മറ്റു ഭാര്യമാരുടെ അടുക്കൽ പോയോ എന്ന് അറിയാൻ വേണ്ടിയാണോ നീ എന്നെ ഇരുട്ടത്ത് തപ്പി നോക്കിയത്? പറഞ്ഞു മനസ്സിലായ? ഞാന് ഒന്നിച്ച് കടന്നതായിരുന്നു, പിന്നെ കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ തപ്പി നോക്കിയത് ഞാൻ ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഭാര്യന്റെ സമീപത്ത് പോയോ എന്ന് നോക്കാനാണോ എന്നെ തപ്പി നോക്കിയത്? എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ ബീബിയെ ആ രാത്രി വിളിക്കാത്തത്, ഒന്ന് ആയിഷ ബീബിക്ക് ഹബീബായ തങ്ങളുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരു ശല്യമാകണ്ട. അല്ലെങ്കിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹക്ക് നിസ്കരിക്കാൻ പറ്റാത്തൊരു സമയമായിരിക്കും, എന്തുണ്ടാവും. പിന്നെ ഇത് ഞാൻ പറഞ്ഞതുപോലെ അരമണിക്കൂറിൽ തീരുന്ന പരിപാടിയല്ലല്ലോ, ഇത് സുബഹി വരെ നിസ്കാരത്തിലാണ്. അപ്പൊ ഇതെല്ലാം ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ച്, അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദിന്റെ സമയത്ത് കുടുംബത്തെ എല്ലാവരും വിളിക്കാറുണ്ട്, ഭാര്യമാരെ വിളിച്ചുണർത്താറുണ്ട്, അവര് നിസ്കരിക്കാറുണ്ട്, അല്ലെ? ഇങ്ങനെ ചോദിച്ചപ്പോ ആയിഷ ബീബി പറഞ്ഞു റളിയല്ലാഹു അൻഹ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നബിയെ തങ്ങളെപ്പറ്റി ഞാൻ അങ്ങനെ വേണ്ടാത്ത വിചാരം നടത്തോ? ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കോ? ഇപ്പൊ എന്നെ പറ്റിച്ച് വേറെ ഭാര്യമാരെടുത്ത് രാത്രി ഇങ്ങനെ ഒന്നിച്ച് കിടന്ന് കുറച്ച് കഴിയുമ്പോ മുങ്ങി, അങ്ങനെ ഞാൻ വിചാരിക്കോ നബിയെ? അങ്ങനെയൊന്നും വിചാരിക്കൂല ഞാൻ അതുകൊണ്ട് തൊട്ടു നോക്കിയതല്ല നബിയെ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, വലാകിന്നി വനന്തു അന്നക ഖുബിൽത ഫീ തൂലി സുജൂദിക യാ റസൂലല്ലാഹ്. നബിയെ തങ്ങളുടെ സുജൂദിന്റെ ദൈർഘ്യം കണ്ടിട്ട് അങ്ങയുടെ ആത്മാവ് പിടിക്കപ്പെട്ടുവോ എന്ന് ഞാൻ സംശയിച്ചു നബിയെ. മുത്തുനബി സുജൂദിൽ വഫാത്തായോ? ഞാൻ പേടിച്ചു നബിയെ. അപ്പോഴാണ് ഞാൻ തൊട്ടു നോക്കിയത്, കുറെ സമയമായല്ലോ സുജൂദില്, ഇത് പൊങ്ങാതപ്പോ ഞാൻ ഇങ്ങനെ പേടിച്ചു, നബി വഫാത്തായോ, നബിയുടെ ആത്മാവ്
പിടിക്കപ്പെട്ടു പോയോ എന്ന് സംശയിച്ചു. അപ്പൊ അനങ്ങിയപ്പോ ഞാൻ തൊട്ടു നോക്കിയപ്പോ അനങ്ങി. അപ്പൊ എനിക്ക് സന്തോഷമായി നബിയേ. അങ്ങനെ ഞാൻ പിന്നെ മറ്റുള്ള ഭാര്യമാരടുത്ത് പോയി നോക്കിയ, അങ്ങനെ ഞാൻ തൊട്ടു നോക്കിയതല്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അറിയോ ആയിഷ, ഈ ദിവസം ഏതാണെന്ന് അറിയോ? ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15ന്റെ രാവാണ് ആയിഷ. ഇന്ന് ഇന്നല്ലാഹ യർഹമുൽ മുസ്തർഹിമീൻ വയഗ്ഫിറു ലിൽ മുസ്തഗ്ഫിരീൻ. ഇന്ന് അല്ലാഹുവിനോട് ആര് കരുണ ചോദിച്ചാലും വാരിക്കോരി കൊടുക്കുന്ന ദിവസമാണ് ഇന്ന്. പൊറുക്കലിനെ തേടിയവർക്ക് റബ്ബ് വാരിക്കോരി കൊടുക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം ആയിഷ. അതുകൊണ്ട് ഇന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസം നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണ്. ഖൽബ് ഗോത്രത്തിലെ പറയാണ് ഹബീബായ തങ്ങൾ, ഖൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തേക്കാൾ ഏറെ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് ആയിഷ. ഖൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തേക്കാൾ എന്ന് പറയാൻ കാരണം, ഖൽബ് ഗോത്രക്കാരുടെ ഒരു ഹോബിയായിരുന്നു ആടുകളെ വളർത്തൽ എന്നുള്ളത്. അപ്പൊ ആ തറവാട്ടിൽ ആട് വളർത്താത്ത ഒരു വീടും ഉണ്ടാവൂല. ഖൽബ് ഗോത്രത്തിൽപ്പെട്ട ഓരോ വീടുകളിലും ആടുകൾ, ഒരുപാട് ആടുകൾ അവരെ പോറ്റാറുണ്ടായിരുന്നു. അല്ലെ, നമ്മുടെ വീട്ടിൽ ഒരു ആടുണ്ടെങ്കിൽ അതിന്റെ രോമം എണ്ണി തിട്ടപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റുമോ? സാധിക്കുമോ? ഒരാടുണ്ടെങ്കിൽ അതിന്റെ രോമം നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇനി പോട്ട് ആട്ടിന്റെ കൂടുണ്ടല്ലോ, ആ കൂട്ടിന്റെ ഉള്ളിൽ കൊഴിഞ്ഞു കിടക്കുന്ന രോമം എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? അതും നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പൊ ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? ഹദീസിന്റെ അർത്ഥം, ഒരുപാട് ആളുകളെ, എണ്ണമറ്റ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞാല് അത്ര ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സുജൂദിൽ കിടന്നു ദുആ ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അപ്പൊ ആയിഷ ബീബിക്ക് ഇങ്ങനെ ഇതൊന്നും ഉണ്ടായി, ഇങ്ങനെ ഹയാത്താക്കാനൊന്നും ഇല്ലേന്ന്. പല കാരണങ്ങളുണ്ടാവും. ഒന്നെങ്കിൽ ആയിഷ ബീബിക്ക് ശാരീരികമായി എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണ്. പിന്നെ ആ വിളിച്ചുണർത്തിയതിന്റെ ശേഷം പിന്നെ ഓർത്ത് നിസ്കരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലിയിട്ടുണ്ടാവും അതിന്റെ ശേഷം, എന്തോ ആവാം. മനസ്സിലായ? ഈ സംഭവം ഇങ്ങനെ നമുക്ക് അറിയണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംഭവം വേണ്ടേ? മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ എന്തും ഉണ്ടാകാം, കാരണം പലതുണ്ടാവും. ഇനി ഞാൻ പറയാൻ പോകുന്നത് 5 മിനിറ്റ്, 8 അല്ല, സമയം ഒരുപാടായി. ഇത് പറഞ്ഞ് നമ്മൾ നിർത്താണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ 3 യാസീൻ ഓതണം. അത് ഓതാത്ത ഒരു കുട്ടിയും നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു യാസീൻ ഓതാൻ എത്ര സമയം വേണം? 8 മിനിറ്റ് വേണം, കൂടിയാൽ ഒരു 10 മിനിറ്റ്. ഹദറായി എങ്ങനെ ഓതാൻ പറ്റും? ഒരു 10 മിനിറ്റിൽ ഒരു യാസീൻ ഓതാൻ പറ്റും. അപ്പോ നമ്മുടെ ഭക്ഷണവും വെള്ളവും ആയുസ്സും കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട്, മനസ്സിലായ? നമ്മുടെ ഭക്ഷണവും വെള്ളവും ആയുസ്സും കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അരമണിക്കൂർ നമുക്ക് നീക്കി വെക്കാൻ ആകുന്നില്ലെങ്കിൽ നമുക്ക് ആക്സിഡന്റ് വന്നാൽ വരട്ടെ എന്നല്ലാതെ എന്താണ് ഇതിന് പറയാം? പറഞ്ഞു മനസ്സിലായ? ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത് ബറാത്ത് രാത്രി മുഴുവൻ ഹയാത്താക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ എന്നും നമ്മൾ ബസ് സ്റ്റാൻഡിലാണ്, എന്നും നമ്മൾ മൊബൈലിലാണ്, എന്നും നമ്മൾ ഫിത്ന ഫസാദ് ഇങ്ങനെ പറയുന്ന അങ്ങാടിയിലോ ഹോട്ടലിലോ ബസ് സ്റ്റോപ്പിലോ
അല്ലെങ്കിൽ പാർക്കിലോ അല്ലെങ്കിൽ കടൽക്കരയിലോ ആകും. പോട്ടി അന്ന് എന്ന് ശഅബാൻ 15 രാവ്, ബറാഅത്ത് രാവ്. അത് എന്നാണ്? നമ്മുടെ ബറാഅത്തിന്റെ രാവ് എന്നാണ്? നാളെ അല്ലേ? നാളെ. അപ്പൊ നാളെ മഗ്‌രിബിന്റെ ശേഷം നമ്മുടെ ഭക്ഷണവും വെള്ളവും ആയുസ്സും നമുക്ക് കണക്കാക്കുന്ന ദിവസമാണ് നാളെ. അപ്പൊ 3 യാസീൻ ഓതേണ്ടതുണ്ട്. അപ്പൊ ഒരു അരമണിക്കൂർ നമ്മുടെ കാര്യത്തിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാൻ നേരമില്ലെങ്കിൽ, സമയമില്ലെങ്കിൽ, ആക്സിഡന്റ് ആയാൽ വരട്ടെ, രോഗം വന്നാൽ വരട്ടെ, ബുദ്ധിമുട്ടായാൽ വരട്ടെ എന്നല്ലാതെ പിന്നെന്ത്? 2 കൈ നീട്ടി സ്വീകരിക്കാം. നമുക്ക് യാസീൻ ഓതാനും പറ്റൂല, നമുക്ക് രോഗം ഉണ്ടാകാൻ പാടില്ല, ആക്സിഡന്റ് ആകാൻ പാടില്ല, 2 നടക്കും എന്ന് പറഞ്ഞാൽ യാസീൻ ഓതിയ ആൾക്ക് ആക്സിഡന്റ് ഉണ്ടാവൂല, ഓതാത്ത ആൾക്ക് എങ്ങനെയുണ്ടാവും? അങ്ങനെയല്ല. പറഞ്ഞാല് നമ്മളൊരു മെയിൻറ്റ് ചെയ്യണമെന്ന്, നമ്മൾക്ക് അതൊന്നും വലിയ വിഷയമല്ല. ഉമ്മമാരെ, നമ്മുടെ മക്കളെ അന്ന് എന്താണെങ്കിലും മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടയിൽ നിങ്ങൾ രക്ഷിതാക്കൾ യാസീൻ അവരെ കൊണ്ട് ഓതിപ്പിക്കുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിലും ഇടങ്ങേറായിരിക്കാണ് നമുക്ക്. നമ്മുടെ മക്കൾ മരിച്ചാൽ, ആക്സിഡന്റ് ആയാൽ, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാൽ നമുക്ക് തന്നെ ഇഷ്ടമല്ലേ. അതുകൊണ്ട് നമ്മൾ നല്ലൊരു രാവാണ്, എങ്ങനെ അതിനെ പറയാ, വർണ്ണിക്കുക, അത്രയും നല്ല രാത്രിയിൽ മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടയിൽ നിങ്ങൾ നിർബന്ധമായി ഈ യാസീൻ ഓതണം. പണ്ടുള്ള കാലഘട്ടത്തിൽ അസറിന് ഓതാറുണ്ട്. അതുകൊണ്ട് അസറിന് ഓതുക, മഗ്‌രിബിന്റെ ശേഷം ഓതാ. അത് അസറിന് പറ്റൂല എന്ന് നമ്മൾ ഫത്വ കൊടുക്കണ്ട എന്നും പറയണ്ട. ഓതിയാൽ അള്ളാഹു ചോദിക്കൂല, എന്താ നീ 6 യാസീൻ ഓതിന്, അങ്ങനെ ചോദിക്കൂലൊന്നുമില്ല. നീ എന്താ അസറിന് ശേഷം ഓതിന്? ഓതിയാൽ കൂലിയാണ്. അപ്പൊ നമ്മള് പൂർവികരായ ആളുകൾ അസറിന് ശേഷം ഓതാറുണ്ട്, മഗ്‌രിബിന്റെ ശേഷം ഓതാറുണ്ട്. അപ്പോൾ ഒരു അസറിന് ശേഷം ഒന്ന് ഓതാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. ഏതായാലും മഗ്‌രിബിന്റെ ശേഷം നിർബന്ധമായും 3 യാസീൻ ഓതണം, അത് ഉറപ്പാണ്. മനസ്സിലായ? നമുക്കൊരു ക്ഷാമം വന്ന്, പ്രയാസം വന്നു, ഒന്നും ഓതിയില്ല, പിന്നെ വരട്ടെ എന്നല്ലാതെ വേറെന്ത്? നമുക്ക് ഓതാനും പറ്റൂല. അപ്പൊ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാസീൻ ലിമാ ഖുരിഅ ലഹു, എന്ത് ലക്ഷ്യം വെച്ച് യാസീൻ ഓതിയാൽ അത് നേടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അപ്പോ ഇപ്പോ 3 യാസീനാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പോ ഒന്നാമത്തെ യാസീൻ ശരിക്കും മനസ്സിലാക്കണം. ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ ആയുസ്സിൽ ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ റിസ്ക് വിശാലമാക്കി തരണം എന്നുള്ളതാണ്. 3 തർത്തീബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമൊന്നുമില്ല. 3 ഞാൻ ഇപ്പൊ പറയും. 1 റിസ്ക് വിശാലമാക്കി തരണം എന്നുള്ളതാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം മാത്രമല്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതിൽ എല്ലാം അല്ലെ, എല്ലാം പെടും. ഭക്ഷണം പെടും, വെള്ളം പെടും, അതുപോലെ തന്നെ വസ്ത്രം പെടും, പാർപ്പിടം, വീട് വരും, വാഹനം വരും, ഇൽമ് വരും. എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതെല്ലാം പെടും. ജീവിക്കാൻ ആവശ്യം എല്ലാം പെടും. അതാണ് റിസ്ക് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം നിയത്ത് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ യാസീൻ ഓതണം. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത സൗകര്യങ്ങൾ പൂർത്തീകരിച്ചു തരണം എന്ന നിയത്തോടെ. മനസ്സിലായ? ഒരു യാസീൻ ഓതിയാൽ അടുത്ത വർഷം വരെ ഒരു പ്രാരാബ്ധങ്ങൾ ഉണ്ടാവൂല എന്നുള്ളതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. രണ്ടാമത്തെ യാസീൻ ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കാൻ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ത്വാല ഖൈറുൻ നാസ്,
ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആയുസ് ദീർഘിക്കുകയും ധാരാളം നന്മകൾ ചെയ്ത ആളാണ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നല്ല താജുൽ ഉലമ അങ്ങനെയായിരുന്നു. മഞ്ഞനാടി ഉസ്താദ് അവർ കുറെ കാലം ജീവിച്ചു അവർ നല്ല മുതലാക്കി, ധാരാളം നന്മകൾ ചെയ്ത ആളുകളാണ്. അതുപോലെ മുൻഗാമികളായ ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. മനസ്സിലായ? ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാല് ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാല് ഇത് മാത്രമല്ല, എന്ത് 100 വർഷം ജീവിക്കുക എന്ന് മാത്രമല്ല. ആയുസ്സിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ജീവിക്കുക, 100-150 വർഷം ജീവിക്കുക, അങ്ങനെയല്ല ഉദ്ദേശം. ആയുസ്സിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാല് 30 വയസ്സ് ജീവിക്കുന്നവൻ. പറഞ്ഞ മനസ്സിലായ? 30 വയസ്സ് വരെ ജീവിക്കുന്നവൻ 100 വയസ്സ് വരെ ജീവിച്ചവൻ നേടാത്തത് നേടും, എന്നിട്ടേ മരിക്കുകയുള്ളൂ. പറഞ്ഞു മനസ്സിലായ? എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ആയുസ് 30 അല്ലെങ്കിൽ 40, പക്ഷെ അതേസമയം അപ്പുറം ഒരാളുണ്ട് 100-150 വയസ്സ് വരെ ജീവിച്ചു. പക്ഷെ അയാളെ 100-150 വയസ്സ് വരെ ജീവിച്ചിട്ടും ചെയ്യാത്ത കാര്യങ്ങൾ ഈ 30 വയസ്സ് വരെ അല്ലെ 40 വയസ്സ് വരെ ജീവിച്ച ആള് ചെയ്യും, അയാളെ മറികടക്കും. പറഞ്ഞ മനസ്സിലായ? അപ്പൊ കുറെ കാലം ജീവിച്ചിട്ടും കാര്യമില്ല. കാരണം കുറെ കാലം ജീവിച്ചു ഒന്നും ചെയ്തിട്ടില്ല, കാര്യമില്ലല്ലോ. അതേസമയം കുറച്ചേ ജീവിച്ചിട്ടുള്ളൂ, അതേസമയം എന്താണ്, ഒരുപാട് നന്മകൾ കൂട്ടി. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കുറച്ച് വർഷം ജീവിച്ചു, അവരെ നേടിയത് എന്തൊക്കെയോ ചെയ്തു. അവരുടെ ആ ആയുസ്സിൽ അള്ളാഹു ബറക്കത്ത് നൽകി. അപ്പോൾ ഉള്ള സമയത്ത് നല്ലോണം ഹൈറായ കാര്യങ്ങൾക്കുള്ള തൗഫീഖുകൾ റബ്ബ് നൽകുക എന്നുള്ളതാണ്. ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ആയുസ്സിൽ ബർക്കത്ത് എന്ന്. അല്ലാതെ 150 വർഷം ഇങ്ങനെ ജീവിച്ച് എന്ത് ചെയ്തെന്നോ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായ? അങ്ങനെ ആയിട്ട് കാര്യമില്ല. ഇപ്പോ മസ്ഊദ് സഖാഫി, അദ്ദേഹത്തിന്റെ ആണ്ടിന്റെ മാസമാണല്ലോ ഷാബാൻ. അദ്ദേഹം ചെറുപ്പക്കാരനാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഇഖ്ലാസായിരുന്നു. അങ്ങനെയുള്ള നല്ല ആളുകൾ. അദ്ദേഹത്തിന്റെ വയല് മനസ്സിൽ നിന്ന് മനസ്സിലേക്കാണ് തറക്കുന്നത്. നമ്മളല്ല ഇങ്ങനെ പറയുന്ന, വായോടെ പറയും, ഇതിലൂടെ വിടുന്നല്ലാതെ. മൂപ്പര വയല് ഇന്നും, മൂപ്പര വഫാത്തായിട്ട് ഇന്നും ഒരുപാട് വീടുകളിൽ ഇന്നും ഇത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് വയലുകൾ ഇങ്ങനെ, അദ്ദേഹം മരിച്ചു എന്നാലും അദ്ദേഹത്തിന് വയലുകൾ ഒരു ദിവസം എത്ര ആളുകൾ കേൾക്കുന്നുണ്ടാകും. അതെല്ലാം അദ്ദേഹത്തിന് പ്രതിഫലല്ലേ. നല്ല വിവരമുള്ള ആളായിരുന്നു അദ്ദേഹം, നല്ലൊരു പണ്ഡിതൻ, നല്ല ദർസ് നടത്താൻ പറ്റിയ, വയല് പറയാൻ പറ്റിയ, അനാവശ്യങ്ങളില്ലാത്ത, തോന്നിവാസങ്ങളില്ലാത്ത, വളരെ ഇഖ്ലാസിൽ ജീവിതം നയിച്ച ആളാണ്. ഒരു അനാവശ്യത്ത് ഉണ്ടായില്ല. അപ്പൊ അള്ളാഹു നല്ല നല്ല ആൾക്കാരെ മതി, എന്നിപ്പോ ഇവിടെ വേണ്ടാന്ന് വിചാരിച്ച് കൊണ്ടുപോവാണ്. വലിയ നഷ്ടാണ് മൂപ്പര മരണം. മൂപ്പര വയല് കൊണ്ട് എത്ര ആളുകളാണ് നന്നായത്, എത്ര സഹോദരിമാരാണ് നന്നായത്. മൂപ്പര് വയല് പോലെയായിരുന്നു മൂപ്പര ജീവിതം. മൈക്കുണ്ടെന്ന് നമുക്ക് പറയാല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ജീവിതം അതുപോലെ വേണ്ടേ. അതിന് ഏറ്റവും നല്ല ആളാണ് മസ്ഊദ് സഖാഫി ഉസ്താദ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജേറ്റി കൊടുക്കട്ടെ, ഖബർ വീതിയാക്കി വിശാലമാക്കി സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകട്ടെ. വലിയ ഭാഗ്യം ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം. അപ്പൊ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പസോട്ട് തങ്ങൾ ചെറിയ കാലേ ജീവിച്ചിട്ടുള്ളൂ, പക്ഷെ ഒരുപാട് നന്മകൾ ചെയ്ത് മരിച്ചുപോയ ആളുകളാണ്. ത്വാഹിറുൽ ലഹദൽ തങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ. അപ്പോ ആയുസ്സിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കുറെ കൊല്ലം മുണ്ടാതെ ഇങ്ങനെ ജീവിക്കലല്ല. കുറച്ച് കാലാണെങ്കിൽ ആ കാലത്ത് നല്ല ഉഷാറായി അടിച്ചുപൊളി എന്ന് പറഞ്ഞാല് ദീനിന്റെ കാര്യത്തിൽ ഉഷാറായി പ്രവർത്തിച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത്. ഓ ഖാലിദ്, ഓർമ്മകളിലെ ഓ ഖാലിദില്ല, ചെറിയ കാലേ ജീവിച്ചുള്ളൂ, വലിയ വിപ്ലവം സൃഷ്ടിച്ച ആളാണ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അതാണ് ആയുസ്സിൽ ബർക്കത്ത് എന്ന് പറഞ്ഞത്. അപ്പോ ഉള്ള സമയത്ത് നല്ല നല്ല ഹൈറായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലേ. പിന്നെ മൂന്നാമത്തത്
ഹുസ്നുൽ ഖാത്തിമ, ശോഭനമായ അന്ത്യം. ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം. ഹബീബായ തങ്ങളെ കൊണ്ട് കണ്ടുകൊണ്ടുള്ള നല്ല കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയുള്ള ഹുസ്നുൽ ഖാത്തിമ, ശോഭനമായ അന്ത്യം. അതാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോ ഈ ശോഭനമായ അന്ത്യം എന്ന് പറഞ്ഞാല് നല്ല ഹുസ്നുൽ ഖാത്തിമ ആവണമെങ്കിൽ ആരും ചീത്ത പറയാൻ പാടില്ല. മനസ്സിലായ? സ്ഥാപനത്തിന് കുറ്റം പറയാ, അതുപോലെ ആലിമീങ്ങളെ ചീത്ത പറയാ, അതുവരെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിന്റെ പരിപാടിയാണ്. ഔലിയാക്കളെയും ആലിമീങ്ങളെയും നല്ലോണം ചീത്ത പറയാ. അതുകൊണ്ടാണ് മഹാന്മാരെ എഴുതി വെച്ച അവർക്ക് ഹുസ്നുൽ ഖാത്തിമ, ശോഭനമായ അന്ത്യം, കലിമ ചൊല്ലിയിട്ടുള്ള മരണം, ഈമാനികമായ മരണം ഉണ്ടാവൂല എന്ന് പറയാൻ കാരണം. ഓ, മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കണം, അവസാനം നന്നായി മരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരണം വരെ നന്മയിൽ ഇഅ്തികാഫിരിക്കും എന്ന് പറഞ്ഞാൽ മരണം വരെ നല്ല കാര്യങ്ങളെ ചെയ്തിട്ടുള്ള, അവസാനം ഒരു കലിമത്ത് കൊണ്ട് കുഫ്ർ മുങ്കടക്കും. അതാണ് മുജാഹിദ് പറഞ്ഞത്. ചില ആളുകളുണ്ടല്ലോ 50 വർഷം വരെ നല്ല സുന്നിയായി, നല്ല മൗലൂദും കുത്തുബിയത്തും ഉറൂസും എല്ലാം കഴിച്ച ആള് പിന്നെ ഗൾഫിലോ ഖത്തറിലോ അവിടെ പോയി റൂമിൽ ഏതോ ഒരു മുജാഹിദ് ഉണ്ടായതിന് കൂടെ കൂടി പിന്നെ അയാള് മുജാഹിദായി 1 വർഷമായി അയാൾ മരിച്ചു. അതാണ് പറഞ്ഞത്. മരണം വരെ നന്മയിൽ ഇഅ്തികാഫിരിക്കും എന്ന് പറഞ്ഞാൽ നല്ലത് മാത്രം ചെയ്ത ആള് സുന്നിയായി ജീവിച്ച് പിന്നെ എന്തോ ഒരു ആരോപത്തക്കണം, ഒന്നും മാതാപിതാക്കളല്ല ഉസ്താദുമാരെ പൊരുത്തക്കേട്, അവസാനം എന്താണ്? ഈമാനില്ലാതെ ചത്തുപോകുന്നത്. സൂൽ ഖാത്തിമ, അത് ചീത്തയായ അന്ത്യം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മറ്റൊരു ടീമുണ്ട്, അവസാനം വരെ വളഞ്ഞത് മാത്രം ചെയ്യും. മനസ്സിലായ? നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും കൂട്ടുകാരെ കൊണ്ടും കുടുംബക്കാരെ കൊണ്ടും സമൂഹത്തെ കൊണ്ടും എല്ലാ ജനങ്ങൾ മൊത്തം അങ്ങനെ പറയിപ്പിച്ച ആളാണ്. മരിക്കുന്ന സമയത്ത് എന്തോ ഒരു സൽക്കർമ്മ, അയാൾ എന്തോ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ആ ഒരു കാരണം കൊണ്ട് അയാൾ കലിമ ചൊല്ലി മരിക്കും. ഈ പറയപ്പെട്ടത് റയർ കേസാണ്, അപൂർവങ്ങളിൽ അപൂർവം. റയർ കേസില്ലേ, അതാണ്. അതുണ്ടാവും. ചില ആളുകൾ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എനിക്കറിയുന്ന ഒരാളുണ്ട്. എനിക്കറിയുന്നെന്ന് പറഞ്ഞാല് ഞാൻ അയാളെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിൽ മഞ്ഞനാടി ഉസ്താദിന്റെ കൂടെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. കാസർഗോഡ് ഭാഗത്തുള്ള ഒരാളാണ്. അപ്പൊ അയാള് അള്ളാഹു കുറച്ച് നിയമത്തെല്ലാം കൊടുത്ത ആളാണ്. അയാള് നിസ്കരിക്കൂല, അദ്ദേഹം കള്ളുകൂടിയാണ്. അങ്ങനെ ജീവിച്ച ആളാണ്. 10-50 വർഷം വരെ അയാൾ അതുപോലെ ജീവിച്ചു. നിസ്കരിക്കൂല, കള്ളും കുടിക്കും, ഇങ്ങനെ തെമ്മാടിത്തരമായി ജീവിച്ച ആളാണ്. അങ്ങനെ അയാളെ എന്ത് ചെയ്തു? ഇങ്ങനെ ഈ സ്വഭാവം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ വാപ്പ അന്ന് എന്ത് ചെയ്തു? കുടുംബക്കാരും കൂടി മഞ്ഞനാടി ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ്, ഈ മഞ്ഞനാടി ഈ ഭാഗത്തെല്ലാം ഉറൂസിനും കാര്യങ്ങളും ഈ ഭാഗത്തെല്ലാം ഒന്നും വേദുണ്ടാവുമല്ലോ. അപ്പൊ മൂപ്പര് വരുമ്പോ കാസർഗോഡ് ആ വഴിയിലല്ലേ വരാറുള്ളത്, കാസർഗോഡ് കഴിഞ്ഞപ്പാടാണ്. അപ്പൊ വീട്ടിലോട്ട് വിളിച്ചു. മഞ്ഞനാടി ഉസ്താദിനോട് അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഈ മനുഷ്യനെ കാണിച്ച്, ഇയാള് നിസ്കരിക്കൂല, ഇങ്ങനെയുള്ള അവസ്ഥയാണ്, നിങ്ങളെന്ന് ദുആ ചെയ്യണം, മന്ത്രിക്കണം. അന്ന് മഞ്ഞനാടി ഉസ്താദ് ഒരുപാട് സമയം അദ്ദേഹത്തെ മന്ത്രിച്ച് ഉപദേശം കൊടുത്തു. അന്ന് അയാൾ നന്നായി. പിന്നെ നിസ്കാരം തുടങ്ങി, കള്ളുകുടിയില്ല. പിന്നെ മഞ്ഞനാടി ഉസ്താദിന്റെ ഖാദിമായി എന്നുള്ളതാണ്. അതാണ് രസം. പിന്നെ മഞ്ഞനാടി ഉസ്താദ് ഈ ഭാഗത്ത് വരുമ്പോ കാസർഗോഡിൽ നിന്ന് അയാള് കാറിൽ കയറും. മഞ്ഞനാടി ഉസ്താദിന്റെ കൂടെ തിരിച്ചു പോകുമ്പോൾ കാസർഗോഡ് ഇറങ്ങും. എന്ന് മഞ്ഞനാടി ഉസ്താദ് എന്നും ഈ ഭാഗത്തെല്ലാം പരിപാടി ഉണ്ടാകാറുണ്ടല്ലോ. അപ്പൊ ഞാനൊരു ദിവസം, ഞാൻ ചെറിയതാണ്, അപ്പോ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഉസ്താദിന്റെ കാറിൽ കയറി ആ വീട്ടിൽ ഞങ്ങൾക്ക് പോയത് ഓർമ്മയുണ്ട്. അയാളെ ഞാൻ കണ്ടിരുന്നു. മനസ്സിലായോ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഞ്ഞനാടി ഉസ്താദിന്റെ റാത്തീബിലേക്ക് അദ്ദേഹം കാസർഗോഡിൽ നിന്ന് പോത്തിനെ നടത്തിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയും മഞ്ഞനാടി ഉസ്താദിന്റെ വലിയ മുഹിബായി, നല്ല മനുഷ്യനായി, നല്ല
നിസ്കാരെല്ലാം ഖളാ വീട്ടി റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചു. അങ്ങനെ അവസാനം നല്ല രൂപത്തിൽ കലിമ ചൊല്ലി അദ്ദേഹം മരിച്ചു. അതുപോലെ കാസർഗോഡ് നിന്ന് ചെറുപ്പക്കാരൻ, വയസ്സ് ഏകദേശം ഒരു അത്ര ഒരു 50 വയസ്സിന്റെ ഉള്ളിലാണ് അദ്ദേഹം. അപ്പൊ ഈ ചെറുപ്പത്തിൽ തന്നെ ഈ കള്ളുകൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഭാര്യനെ തള്ളല്, പിന്നെ ഇടങ്ങേറാക്കൽ, ഇങ്ങനെ. പക്ഷെ അയാള് എല്ലാവർക്കും ഉപകാരം ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അപ്പ അയാൾ എത്തും. അങ്ങ് എന്തിനും മടിയില്ല അയാൾക്ക്. എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ഉപകാരം ചെയ്യാന് എന്താണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അങ്ങനെ ചില ആളുകൾ ഉണ്ടാവല്ലോ, നല്ല നല്ല ഇതാണ്. പക്ഷെ ഒരു സ്വഭാവം തന്നെ കള്ള് കൂടി, അത് എങ്ങനെയോ ആരോ ഇതിൽ പെട്ടുപോയതാണ് അയാൾ. പിന്നെ ഉസ്താദുമാരെല്ലാം കൂടി അയാളെ നന്നാക്കി. പിന്നെ കള്ളെല്ലാം ഒഴിവായി, അയാളെ തൊപ്പിയിടാൻ തുടങ്ങി, നിസ്കരിക്കാനും പിന്നെ നല്ല രൂപത്തിൽ ജീവിച്ചു. അവസാനം ചെറിയൊരു അസുഖം വന്ന് അദ്ദേഹം ഉറക്കെ കലിമ ചൊല്ലി അവസാനം മരിച്ചു. ശരിക്കുള്ള കാര്യമാണ്, എനിക്ക് അറിയുന്ന കാര്യമാണ്. അയാൾ മരിച്ചു. സാധാരണ ആള്, അപ്പൊ ചില ഉണ്ടാവും നല്ല നല്ല സുഹൃതങ്ങൾ, എന്തെങ്കിലും നല്ല ആരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കും, അവർക്ക് വേണ്ടതിൽ ചെയ്തു കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ആരോ ദുആ ചെയ്തിട്ടുണ്ട്, അള്ളാഹു ഈ സാധുവിനൊന്ന് ഇദ്ദേഹത്തിന് റഹ്മത്ത് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും ആരെങ്കിലും. അപ്പൊ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവും. ഈ രോഗികളെ സഹായിക്കുമ്പോൾ അവരെ ദുആ പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കും എന്നുള്ളതാണ്. നമ്മള് രോഗികളെ കണ്ടാൽ കാണാത്ത പോലെ അഭിനയിക്കും, അങ്ങനെയാണല്ലോ. അങ്ങനെയാണ് നമ്മളെ അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. നമ്മളിപ്പോ പ്രത്യക്ഷത്തില് അവര് കാണുമ്പോൾ അവരുടെ മുടിയെല്ലാം ഭയങ്കര മുടിയാവും. കാണുമ്പോ ഇതെന്ത് തമ്മാടിയോ അങ്ങനെ വിചാരിച്ചോ, ഇയാളെ പെണ്ണുപൊടിയനായിരിക്കും, തമ്മാടി, നമ്മളങ്ങനെ മനസ്സിൽ തോന്നുന്നതാണ് ചില ആളുകൾ. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ നല്ല ആളുകളായിരിക്കും, ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന സഹായിക്കുന്ന ആളുകളായിരിക്കും, അങ്ങനെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെല്ലാം അവസാനം രക്ഷപ്പെടും എന്നുള്ളതാണ്. എന്താണ് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിൽ ഒരു നിലക്കും രക്ഷപ്പെടൂല എന്ന് പറഞ്ഞാൽ പെടൂല തന്നെ. പിന്നെ ഒന്നും ഇങ്ങനെ സംശയിക്കേണ്ടതില് എല്ലാ മഹാന്മാരും എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ഈ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമി ഔലിയാക്കളെ റസൂലുള്ളാഹി ഇങ്ങനെ പറയാണ്. മറ്റുള്ള ആളുകള് തെറ്റ് ചെയ്യുന്നവർ, അവര് അമ്പിയാക്കളെ റസൂലുള്ളാഹിനൊന്നും ചീത്ത പറയൂല. അവര് സാഹചര്യം അനുസരിച്ചപ്പോ എന്തോ തെറ്റ് വന്നുപോയതാണ്. അവര് നിസ്കാരം ഇല്ലാന്നൊന്നും ബാധിക്കുന്നില്ല, റസൂലുള്ളാഹി ഇല്ല, ഔലിയാക്കൾക്ക് കഴിവില്ല, അങ്ങനെയൊന്നും അവര് പറയുന്നില്ല. എന്തോ ആരൊക്കെയോ കൂടി കള്ളു കുടിച്ച് അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ച് അല്ലെങ്കിൽ വ്യഭിചാരം എന്തോ ചെയ്തു പോയി. അതില് തെറ്റല്ല എന്നല്ല ഞാൻ പറയും, തെറ്റന്നെ. പക്ഷെ അവര് റബ്ബിനോട് മാപ്പ് ചോദിച്ചാൽ അവർക്ക് പൊറുക്കലിനെ തേടും, പൊറുക്കലിനെ കിട്ടും, അവർക്ക് മാപ്പ് കിട്ടും. അത് നല്ല രൂപത്തിൽ അവര് മരിക്കും. അതേസമയം ഇങ്ങനെ ഔലിയാക്കളെയും റസൂലുള്ളാഹിനെയും കുറ്റം പറഞ്ഞവര്, അവര് ഈമാനില്ലാത്ത ചത്തുപോകുന്നുള്ളതാണ് മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചു തന്നത്. ഇൻഷാ അല്ലാഹ് സമയം കുറേയായി, 8:28 ഒരുപാട് സമയമായി. അപ്പൊ യാസീന് എല്ലാവരും ഓതണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെറിയ രൂപത്തിൽ ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെയുള്ള രാത്രികളാണ്. ആ രാത്രിയിൽ അല്ലാഹു നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്തു തന്നാല്, നമ്മുടെ ദുആകളെല്ലാം സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇൻഷാ അല്ലാഹു ഇതിലുള്ള എല്ലാവർക്കും ഖൈർ നൽകട്ടെ. ചെറിയ രൂപത്തെ നമ്മൾ പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين ആയ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, നമ്മൾ ഇതുവരെ ചൊല്ലിയതും പറഞ്ഞതും ഓതിയതുമെല്ലാം നിന്റെ ഹബീബായ അഷ്റഫുൽ വറാ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. മറ്റു അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, മഹാന്മാര്, മശായിഖന്മാർ, ബദരീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, മുത്തുനബിയുടെ ഭാര്യമാർ, അവിടുത്തെ കുടുംബക്കാർ,
റബ്ബേ നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ റൗള മദീന മജ്ലിസിലെ കുടുംബക്കാര്, അവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ ആരെല്ലാം ഇന്ന് ആരുമില്ലാത്ത ഖബറിലുണ്ടോ? അല്ലാഹുവേ, ശൈഖുനാ ശറഫുൽ ഉലമ ഉസ്താദ് അടക്കം എല്ലാവരുടെ ഹദ്റത്തിലേക്കും ത്വാഹിറുൽ അഹ്ദൽ തങ്ങളടക്കം അങ്ങനെ ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെ ഹദ്റത്തേക്കും താജുശ്ശരിയയുടെ ആണ്ടിന്റെ മാസം കൂടിയാണ് താജുശ്ശരിയ ഉസ്താദ് അടക്കം അങ്ങനെ ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെ ഹദ്റത്തിലേക്കും ഇതിന്റെ മിസ്ലി സവാബ് നീ എത്തിക്കണേ അല്ലാ. അവരുടെ ദറജകളെല്ലാം നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഖബറുകൾ വീതിയാക്കി വിശാലമാക്കി സ്വർഗമാക്കണേ അല്ലാ. അവരെയും നമ്മെയും എല്ലാവരെയും മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ സ്വർഗലോകത്ത് നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നമ്മുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാ. എല്ലാ പാപങ്ങളും നീ മായ്ച്ചു കളയണേ അല്ലാ. എല്ലാ രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാ. അവസാനം ഈമാനികമായ മരണം നൽകണേ അല്ലാ. നല്ല സ്ഥലത്ത് നല്ല സമയത്ത് നല്ലതുമായി ബന്ധപ്പെടുമ്പോൾ നല്ല കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഈ മജ്ലിസ് നീ കാരണമാക്കണേ അല്ലാ. റബ്ബേ, നമ്മുടെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, നമ്മൾ പഠിക്കുമ്പോൾ ഭക്ഷണം ഉമ്മമാര് ഉപ്പമാര് മരിച്ചുപോയവർക്ക് മാഫറത്തും മർഹമത്തും നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ പൂർണ്ണമായ കുരുത്തവും പൊരുത്തവും നീ നമുക്ക് നൽകണേ അല്ലാ. നമുക്ക് വേണ്ടി കഷ്ടപ്പെടും നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. റബ്ബേ, നമ്മുടെ മക്കൾ നമ്മുടെ പ്രതീക്ഷകളാണ്. റബ്ബേ, നമ്മുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. സാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. ആലിമീങ്ങളായ നല്ല വിവരമുള്ള മക്കളാക്കണേ അല്ലാ. പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. SSLCയും മറ്റും മദ്രസ പരീക്ഷയും സ്കൂൾ പരീക്ഷകളും കോളേജ് പരീക്ഷകളും ഡിഗ്രി എക്സാം അടക്കം റബ്ബേ, നമ്മുടെ മക്കളുടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം നൽകണേ അല്ലാ. നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയും നല്ല ഹിഫ്ളും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, സർവ്വ സിഹറുകളും കണ്ണേറുകളും നീ ബാത്തിലാക്കണേ അല്ലാ. എല്ലാവിധ ആദായങ്ങളെയും നീ തന്നെ പിടിച്ചു കെട്ടണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖദ് റജൗന നസ്റ വൽ ഫുതുഹ ഫീ ഉമൂരിനാ സിയമാ ഫീ അംരിനാ ബി ജാഹിക്കും മടവുർവലി. ചൊല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വല്ലി യാ റബ്ബനാ സല്ലിമന്നാ അലാ ത്വാഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വഹമീബ്. സല്ലി യാ റബ്ബനാ സല്ലിമന്നാ അലാ ത്വാഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വഹമീബ്. സല്ലി യാ റബ്ബനാ സല്ലിമന്നാ അലാ ത്വാഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വഹമീൻ. മുത്ത് മാണിക്യമാണ് വഹമീൻ. മുത്ത് മാണിക്യമാണ് വഹമീൻ. എല്ലാവരോടും ആവശ്യത്തോടെ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.